സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ. ഇത് 600 ml വെള്ളത്തിൽ കാസ്റ്റിക് സോഡ ഒരു 8 മണിക്കൂർ മുമ്പേ ഇട്ട് റൂം ടെമ്പറേച്ചറിൽ തണുത്തിരിക്കുന്നതാണ്. പിന്നെ 200 എണ്ണ വേണം, തേങ്ങ എണ്ണ. അതിൽ ഇത് വേണ്ടത് സോപ്പ് കല്ലുപൊടിയാണ്. അത് ഇടുന്നത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇത് അതിൻ്റെ കളർ, സോപ്പിന് ആവശ്യമായിട്ടുള്ള കളർ. പിന്നെ ഇത് ഹാർഡനറാണ്, സോപ്പ് അല്പം കട്ടിയായിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. ഇത് അതിൻ്റെ പെർഫ്യൂമാണ്. ഇതിലേക്ക് ഞങ്ങളിപ്പോൾ വേപ്പിൻ്റെ ഇല, അതിൻ്റെ ചാറുണ്ട്. ഇത് കറ്റാർവാഴയുടെ ജെല്ലാണ്. ഇതിൽ ഫസ്റ്റ് 600 ml വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് കഴിഞ്ഞിട്ട് സോപ്പ് കല്ലുപൊടിയാണ്. ഇത് ഏതാണ്ട് 3 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി. ഇതിൽ അല്പം പോലും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൽ സോപ്പിന് ആവശ്യമായിട്ടുള്ള കളർ ചേർക്കണം. സോപ്പിലേക്കുള്ള കളർ അല്ലേ? സോപ്പിലേക്കുള്ള കളറാണ്. ഇത് കുറച്ച് എണ്ണ എടുത്ത് എണ്ണയിലാണ് നന്നായിട്ട് അലിയിച്ചിട്ട് ഇത് ഏതാണ്ട് 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി യോജിച്ചതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചാൽ 200 ഓയിലുണ്ടല്ലോ, അതിൽ 600 ആദ്യം എടുത്തത്. ഇനി ബാക്കി വരുന്ന ഈ 600 കൂടെ ഇതിലൊഴിക്കണം. വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണയാണ്. ആദ്യം 600 ഒഴിച്ച് ഇനി രണ്ടാമതല്ലേ? ഇപ്പോഴേ നല്ല മണമായിട്ട് ഇത് ഒഴിച്ച് ഏതാണ്ട് ഒരു 3 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി യോജിച്ചതിന് ശേഷം ഇത് ഏതാണ്ട് ഈ കളറ് ഇതുമായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കാസ്റ്റിക് സോഡ നന്നായിട്ട് തണുത്താണ്. ചെറുതായിട്ട് വെച്ച് കൊടുക്കണം അല്ലേ? ഇതിപ്പോൾ ഇതുമായിട്ടൊക്കെ യോജിച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം അത് ഇളക്കി നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ആയുർവേദ കൂട്ട് എന്ന് തന്നെ പറയാം. ആയുർവേദ കൂട്ട് അല്ലേ? ഇതിലിപ്പം നീമിൻ്റെ
ആ, ഇലയുടെ ചാറ്, എന്തെല്ലാം വേപ്പിലയുടെ ചാറ്, വേപ്പില ചാറാണ് കേട്ടോ ഒഴിച്ചത്. വേപ്പില ചാറ് പിന്നെ അതെന്താണ്? കറ്റാർ വാഴ. കറ്റാർ വാഴ. കറ്റാർ വാഴ ജെല്ല് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം അല്ലേ? വൺ സൈഡ് ഒരു സൈഡ് വൺ സൈഡ് ഇങ്ങനെ ഇളക്കുന്ന ഇങ്ങനെ ആൻറ്റിവൈസായിട്ട് ഇളക്കണ്ട, അല്ലാതെ ഒറ്റ ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. ശരി. ആഹാ, നല്ല കളറായല്ല, അടിപൊളിയാണ്. ഇത് ഇനി സെറ്റായി കുറച്ച് കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടൈറ്റ് ആണോ? ഇനി കുറച്ച് ടൈറ്റ് ആവാൻ വേണ്ടി ഹാർഡനർ. അതാ ഒഴിക്കുന്നല്ലേ? ഇത് ഒഴിച്ചോട് കൂടി കുറച്ച് ടൈറ്റായി ഉണ്ടോ? ഹാർഡനർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ഏതാണ്ട് 45 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം. 45 മിനിറ്റ് അല്ലേ? ഇതുപോലെ 45 മിനിറ്റ് കണ്ടിന്യൂ ഇങ്ങനെ ഇളക്കിയിട്ടേ ഇരിക്കണം. 45 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കുറുകി വരും. കുറുകി വരുമ്പോൾ ഇതിലോട്ട് പെർഫ്യൂമുണ്ട്. പെർഫ്യൂം ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് ചന്ദ്രികയുടെ ആ ഫ്ലേവറിൻ്റെ ചന്ദ്രിക, അതായത് ചന്ദ്രിക സോപ്പാണ്. ചന്ദ്രിക സോപ്പിൻ്റെ ഇതാണ് നമ്മളിപ്പോൾ സോപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ? ഏതാണ്ട് ചന്ദ്രിക സോപ്പിൻ്റെ കളർ തന്നെയാണ്. അത് കഴിഞ്ഞ് ഇത് അതിൻ്റെ പെർഫ്യൂമാണ്. പെർഫ്യൂം ചന്ദ്രിക മണം അതാണ്. ഇത് 45 മിനിറ്റ് ഇളക്കാനുള്ളത് കാരണം ഇപ്പോൾ വീഡിയോയ്ക്ക് തയ്യാറാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മോൾഡിലോട്ട് ഒഴിച്ച് സോപ്പ് സെറ്റായിട്ട് സോപ്പ് ഇളക്കുന്നത് പിന്നെ കാണിക്കാം. ഇപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാകുമല്ലോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പെർഫ്യൂം ഒഴിച്ചു കൊടുക്കണം. ഇത് 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഈ സോപ്പ് മോൾഡിലോട്ട് ഒഴിക്കുകയാണ്. ഇത് ഒഴിച്ചു കഴിഞ്ഞ് ഇന്ന് ഒരു നൈറ്റ് കഴിഞ്ഞിട്ട് നാളെ ഇത് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗ്ലിസറിൻ, നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഗ്ലിസറിൻ ഇതിൽ കാണാൻ പറ്റും. അതിൻ്റെ വളരെ ഗുണമുള്ള സോപ്പാണ്. സോപ്പ് റെഡി അല്ലേ? സോപ്പ് റെഡിയായി. സോപ്പ് റെഡിയായി. നല്ല മണവും നല്ല മണമല്ലേ? നല്ല മണമാണ്. ചന്ദ്രിക സോപ്പിൻ്റെ മണം. ചന്ദ്രിക സോപ്പിനുണ്ട്.
ശരിക്കും വെളിച്ചെണ്ണയിൽ എടുത്ത സോപ്പാണ് അല്ലേ?